പശ്ചിമേഷ്യയുടെ മണ്ണിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം ലോക സമ്പദ്വ്യവസ്ഥയെയും സുരക്ഷാ സമവാക്യങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ആകാശസീമയിലും തന്ത്രപരമായ പടയൊരുക്കം സജീവമാകുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധാഗ്നി ആഗോള വിപണികളെ ചാരമാക്കുമ്പോൾ പാകിസ്ഥാൻ അതിർത്തിയുടെ തെക്കൻ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേന പ്രഖ്യാപിച്ച വൻ സൈനികാഭ്യാസം ഇസ്ലാമാബാദിനെ കടുത്ത ജാഗ്രതയിലേക്കും സമ്മർദ്ദത്തിലേക്കുമാണ് തള്ളിയിട്ടിരിക്കുന്നത്. ഇറാൻ അതിർത്തിയിലും അഫ്ഗാൻ മണ്ണിലും ഒരേ സമയം വെല്ലുവിളികൾ നേരിടുന്ന പാകിസ്ഥാൻ സൈന്യത്തിനുമേൽ ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നോട്ടാം പ്രഖ്യാപനം ഒരു ഇരുട്ടടിയായി മാറുകയാണ്. ലോകം ഒരു സാമ്പത്തിക സുനാമിയെ ഭയപ്പെടുമ്പോൾ സ്വന്തം അതിർത്തികൾ ഭദ്രമാണെന്നും ഏതു പ്രകോപനത്തിനും രാജ്യം സജ്ജമാണെന്നും പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. മാർച്ച് 5 മുതൽ 12 വരെ രാജസ്ഥാൻ സിന്ധ് അതിർത്തി മേഖലകളിൽ ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യോമ നിയന്ത്രണം കേവലമൊരു സാങ്കേതിക നടപടിയല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന്റെ വിളംബരം കൂടിയാണ്. നോട്ടീസ് ടു എയർമെൻ പ്രകാരം സിവിലിയൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രദേശം പാകിസ്ഥാനുമായുള്ള അതിർത്തി പങ്കിടുന്ന അതീന തന്ത്രപ്രധാനമായ ഇടമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധാഗ്നി ആഗോള വിപണികളെ ചാരമാക്കുമ്പോൾ പാകിസ്ഥാൻ അതിർത്തിയുടെ തെക്കൻ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേന പ്രഖ്യാപിച്ച വൻ സൈനികാഭ്യാസം ഇസ്ലാമാബാദിനെ കടുത്ത ജാഗ്രതയിലേക്കും സമ്മർദ്ദത്തിലേക്കുമാണ് തള്ളിയിട്ടിരിക്കുന്നത്. ഇറാൻ അതിർത്തിയിലും അഫ്ഗാൻ മണ്ണിലും ഒരേ സമയം വെല്ലുവിളികൾ നേരിടുന്ന പാകിസ്ഥാൻ സൈന്യത്തിനുമേൽ ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നോട്ടാം പ്രഖ്യാപനം ഒരു ഇരുട്ടടിയായി മാറുകയാണ്. ലോകമൊരു സാമ്പത്തിക സുനാമിയെ ഭയപ്പെടുമ്പോൾ സ്വന്തം അതിർത്തികൾ ഭദ്രമാണെന്നും ഏതു പ്രകോപനത്തിനും രാജ്യം സജ്ജമാണെന്നും പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. മാർച്ച് 5 മുതൽ 12 വരെ രാജസ്ഥാൻ സിന്ധ് അതിർത്തി മേഖലകളിൽ ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യോമ നിയന്ത്രണം കേവലമൊരു സാങ്കേതിക നടപടിയല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന്റെ വിളംബരം കൂടിയാണ്. നോട്ടീസ് ടു എയർമെൻ പ്രകാരം സിവിലിയൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രദേശം പാകിസ്ഥാനുമായുള്ള അതിർത്തി പങ്കിടുന്ന അതീവ തന്ത്രപ്രധാനമായ ഇടമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ നീക്കത്തെ ലോകരാജ്യങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അത്യാധുനിക യുദ്ധവിമാനങ്ങളായ റാഫേലും സുഖോയിയും ഉൾപ്പെടുന്ന വ്യോമാഭ്യാസങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിർത്തിയിലെ ഏതു വെല്ലുവിളിയെയും നിമിഷങ്ങൾക്കുള്ളിൽ നേരിടാനുള്ള ഇന്ത്യയുടെ സജ്ജീകരണമാണ്. മേഖലയിലെ അസ്ഥിരത പ്രയോജനപ്പെടുത്തി അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് രാജ്യാന്തര അതിർത്തിയോട് ചേർന്നുള്ള ഈ വ്യോമ നിയന്ത്രണം. മാർച്ച് 5 മുതൽ 12 വരെ നിലവിൽ വരുന്ന ഈ നോട്ടീസ് ടു എയർമെൻ ഉത്തരവ് കേവലമൊരു സാങ്കേതിക നടപടി മാത്രമല്ല, പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഈ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പരീക്ഷണങ്ങളും അഭ്യാസങ്ങളും നടക്കുമ്പോൾ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ ഒഴിവാക്കാനും ഈ നിയന്ത്രണം സഹായിക്കും. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളായ റഫാൽ, സുഖോയി 30 MKI ഉൾപ്പെടുന്ന വലിയ തോതിലുള്ള യുദ്ധാഭ്യാസങ്ങളാണ് നടക്കാറുള്ളത്. കൂടാതെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളുടെ പരീക്ഷണത്തിനും ഈ വിടവ് ഉപയോഗപ്പെടുത്തിയേക്കാം. ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാനങ്ങൾ റൂട്ട് മാറ്റിയോ നിശ്ചിത ഉയരപരിധിക്ക് പുറത്തോ സഞ്ചരിക്കേണ്ടിവരും. ഇത് വിമാനക്കമ്പനികൾക്ക് അധിക ഇന്ധനച്ചെലവും യാത്രാസമയത്തിൽ മാറ്റവും വരുത്തുമെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കാണ് ഇവിടെ മുൻഗണന. അതിർത്തിയിൽ സൈനിക വിന്യാസമോ അഭ്യാസങ്ങളോ നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായ സന്ദേശം നൽകുന്ന ഒന്നാണ്. നിലവിലെ ആഗോള യുദ്ധസാഹചര്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിരോധശേഷി ആധുനികവൽക്കരിക്കപ്പെടുന്നതിന്റെയും സജ്ജമായിരിക്കുന്നതിന്റെയും തെളിവായി ഇതിനെ കാണാം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അപ്രതീക്ഷിത മരണം ലോകതലത്തിൽ ഞെട്ടലുണ്ടാക്കുമ്പോൾ ന്യൂഡൽഹിയുടെ നയതന്ത്ര കാര്യാലയങ്ങളിൽ ചർച്ചയാകുന്നത് ഖമേനി ഇന്ത്യയ്ക്ക് ആരായിരുന്നു എന്ന ചോദ്യമാണ്. ദശാബ്ദങ്ങളായി ഊർജ്ജ വ്യാപാര മേഖലകളിൽ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയായിരുന്നിട്ടും ഖമേനിക്ക് കീഴിലുള്ള ഇറാൻ പലപ്പോഴും ഇന്ത്യയുടെ ആഭ്യന്തര പരമാധികാരത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയിരുന്നു. കശ്മീർ മുതൽ പൗരത്വ നിയമം വരെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഖമേനി നടത്തിയ വിവാദപരമായ ഇടപെടലുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പലപ്പോഴും മുൾമുനയിൽ നിർത്തിയിരുന്നു. ഒരു യുഗം അവസാനിക്കുമ്പോൾ സൗഹൃദത്തിനും നയതന്ത്ര പോരാട്ടങ്ങൾക്കുമിടയിൽ ഖമേനി ബാക്കിവെച്ച ആ സങ്കീർണമായ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് ഒരു പുനഃചിന്ത ആവശ്യമായിരിക്കുന്നു. പാകിസ്ഥാൻ നിലവിൽ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ സുരക്ഷാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനുമായുള്ള ഡ്യൂറന്റ് ലൈനിലെ തർക്കങ്ങളും തെക്കുപടിഞ്ഞാറ് ഇറാനുമായുള്ള അതിർത്തിയിലെ സംഘർഷങ്ങളും പാക് സൈന്യത്തിന്റെ വലിയൊരു ഭാഗത്തെ അവിടെ തളച്ചിട്ടിരിക്കുന്നു. ഇതിനിടയിൽ കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യ പെട്ടെന്ന് പ്രഖ്യാപിച്ച ഈ വ്യോമാഭ്യാസം പാകിസ്ഥാനെ ശരിക്കും വെട്ടിലാക്കി.
ഒരേ സമയം 3 ദിശകളിൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് അവരുടെ വിഭവശേഷിയെയും സൈനിക വിന്യാസത്തെയും അറ്റയേറ്റം ദുർബലപ്പെടുത്തുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഇസ്ലാമാബാദിന് ഇന്ത്യയുടെ ഈ നീക്കം വലിയൊരു തിരിച്ചടിയാണ്. ഇന്ത്യ ഒരു നോട്ടാം പുറപ്പെടുവിച്ച് വിമാനങ്ങൾ വിന്യസിക്കുമ്പോൾ അതിനാനുപാതികമായി പാകിസ്ഥാനും തങ്ങളുടെ റഡാർ സംവിധാനങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കുകയും യുദ്ധവിമാനങ്ങൾ ഹൈ അലേർട്ടിൽ നിർത്തുകയും ചെയ്യണം. ഇതിനാവശ്യമായ ഭീമമായ ഇന്ധനച്ചെലവും മറ്റു യുദ്ധസാമഗ്രികളുടെ ചെലവും താങ്ങാൻ നിലവിലെ പാക് സാമ്പത്തികാവസ്ഥ അനുവദിക്കുന്നില്ല. ഇന്ത്യയുടെ ഒരു ചെറിയ നീക്കം പോലും പാകിസ്ഥാന്റെ ഖജനാവിൽ വലിയൊരു ചോർച്ചയുണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രാജസ്ഥാൻ അതിർത്തിയിലെ ആകാശസീമ അടച്ചതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് പാക് സൈനിക നേതൃത്വത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. ഇതൊരു സാധാരണ പരിശീലനമാണോ അതോ വരാനിരിക്കുന്ന ഏതെങ്കിലും വലിയ സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണോ എന്ന സംശയം അവരെ കുഴപ്പിക്കുന്നു. ഈ അനിശ്ചിതത്വം കാരണം തങ്ങളുടെ തന്ത്രപ്രധാനമായ ആഭ്യന്തര സുരക്ഷാ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് അതിർത്തിയിലേക്ക് മാറ്റാൻ അവർ നിർബന്ധിതരാകുന്നു. ഇന്ത്യയുടെ അത്യാധുനികമായ S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും റഫാൽ വിമാനങ്ങളും അതിർത്തിക്കടുത്തുള്ള താവളങ്ങളിൽ സജ്ജമാണ്. ഇന്ത്യയുടെ ഈ പുതിയ അഭ്യാസങ്ങൾ പാകിസ്ഥാന്റെ പ്രതിരോധ കവചങ്ങളെ നിരീക്ഷിക്കാനും അവരുടെ റഡാർ സിഗ്നലുകൾ പിടിച്ചെടുക്കാനും സഹായിക്കും. സ്വന്തം വ്യോമാതിർത്തി സംരക്ഷിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഓരോ നീക്കവും ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാകുന്നു എന്നത് ഇസ്ലാമാബാദിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ മുൻകാല നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ രാജസ്ഥാൻ സിന്ധ് അതിർത്തിയിലെ ഇപ്പോഴത്തെ വ്യോമാഭ്യാസങ്ങൾ കേവലം സൈനിക പരിശീലനമല്ല, മറിച്ച് ഇന്ത്യയുടെ കരുത്തുറ്റ സ്ട്രാറ്റജിക് സിഗ്നലിംഗ് കൂടിയാണ്. ദക്ഷിണേഷ്യൻ ഭൂരാഷ്ട്രതന്ത്രത്തിൽ ഇന്ത്യയുടെ വർദ്ധിക്കുന്ന സൈനികശേഷി വിളിച്ചോതുന്നതാണ് ഈ നടപടി. രാജസ്ഥാൻ അതിർത്തിയിലെ വിശാലമായ മരുഭൂമി മേഖലകളിൽ നടത്തുന്ന ഇത്തരം അഭ്യാസങ്ങൾ ശത്രുരാജ്യത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നുചെന്ന് പ്രഹരിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷിയെയാണ് പ്രദർശിപ്പിക്കുന്നത്. പാകിസ്ഥാൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും തളർന്നു നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കം പാകിസ്ഥാന് നൽകുന്നത് തങ്ങൾ ഒന്നിലും സജ്ജമല്ലെന്ന തിരിച്ചറിവാണ്. ഈ മേഖലയിലെ ആകാശസീമ നിയന്ത്രിക്കുന്നതിലൂടെ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തുന്ന ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകളുടെ പ്രവർത്തനക്ഷമത ഇന്ത്യ പരീക്ഷിക്കുന്നുണ്ട്. ശത്രുവിന് പ്രതികരിക്കാൻ സമയം നൽകുന്നതിന് മുൻപ് അതിവേഗത്തിൽ ആക്രമണം അഴിച്ചുവിടുക എന്ന കോൾഡ് സ്റ്റാർട്ട് നയത്തിന്റെ ഭാഗമായാണ് ഇത്തരം പരിശീലനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ആധുനിക ഡ്രോണുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ഈ അഭ്യാസങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധശേഖരങ്ങൾ ഇത്തരം അഭ്യാസങ്ങളിൽ പരീക്ഷിക്കപ്പെടാറുണ്ട്. തേജസ് വിമാനങ്ങൾ, പ്രചണ്ഡ ഹെലികോപ്റ്ററുകൾ, ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വിന്യാസം ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനശേഷിയെ വെളിപ്പെടുത്തുന്നു. ഇത് അയൽരാജ്യങ്ങൾക്കൊരു താക്കീതെന്നതിലുപരി ആഗോളതലത്തിൽ ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയാണെന്ന പ്രഖ്യാപനം കൂടിയാണ്. അതിർത്തിക്കടുത്തുള്ള ഈ ആകാശസീമ നിയന്ത്രിക്കുന്നതിലൂടെ ഇന്ത്യയുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ശത്രുപാളയത്തിലെ ചലനങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ അവസരമൊരുക്കുന്നു. പാകിസ്ഥാൻ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ സിഗ്നലുകളും പ്രതിരോധ തന്ത്രങ്ങളും ഇന്ത്യയ്ക്ക് രഹസ്യമായി വിശകലനം ചെയ്യാൻ സാധിക്കും. ഇത് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള യഥാർത്ഥ യുദ്ധസാഹചര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ദക്ഷിണേഷ്യൻ ഭൂരാഷ്ട്രതന്ത്രത്തിൽ ഇന്ത്യയുടെ വർദ്ധിക്കുന്ന സൈനികശേഷി വിളിച്ചോതുന്നതാണ് ഈ നടപടി. രാജസ്ഥാൻ അതിർത്തിയിലെ വിശാലമായ മരുഭൂമി മേഖലകളിൽ നടത്തുന്ന ഇത്തരം അഭ്യാസങ്ങൾ ശത്രുരാജ്യത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നുചെന്ന് പ്രഹരിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷിയെയാണ് പ്രദർശിപ്പിക്കുന്നത്. പാകിസ്ഥാൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും തളർന്നു നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കം പാകിസ്ഥാന് നൽകുന്നത് തങ്ങൾ ഒന്നിലും സജ്ജമല്ലെന്ന തിരിച്ചറിവാണ്. ഈ മേഖലയിലെ ആകാശസീമ നിയന്ത്രിക്കുന്നതിലൂടെ ഇന്ത്യയുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ശത്രുപാളയത്തിലെ ചലനങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ അവസരമൊരുക്കുന്നു. പാകിസ്ഥാൻ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ സിഗ്നലുകളും പ്രതിരോധ തന്ത്രങ്ങളും ഇന്ത്യയ്ക്ക് രഹസ്യമായി വിശകലനം ചെയ്യാൻ സാധിക്കും. ഇത് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള യഥാർത്ഥ യുദ്ധസാഹചര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ദക്ഷിണേഷ്യൻ ഭൂരാഷ്ട്രതന്ത്രത്തിൽ ഇന്ത്യയുടെ വർദ്ധിക്കുന്ന സൈനികശേഷി വിളിച്ചോതുന്നതാണ് ഈ നടപടി. രാജസ്ഥാൻ അതിർത്തിയിലെ വിശാലമായ മരുഭൂമി മേഖലകളിൽ നടത്തുന്ന ഇത്തരം അഭ്യാസങ്ങൾ ശത്രുരാജ്യത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നുചെന്ന് പ്രഹരിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷിയെയാണ് പ്രദർശിപ്പിക്കുന്നത്. പാകിസ്ഥാൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും തളർന്നു നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കം പാകിസ്ഥാന് നൽകുന്നത് തങ്ങൾ ഒന്നിലും സജ്ജമല്ലെന്ന തിരിച്ചറിവാണ്. ഈ മേഖലയിലെ ആകാശസീമ നിയന്ത്രിക്കുന്നതിലൂടെ ഇന്ത്യയുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ശത്രുപാളയത്തിലെ ചലനങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ അവസരമൊരുക്കുന്നു. പാകിസ്ഥാൻ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ സിഗ്നലുകളും പ്രതിരോധ തന്ത്രങ്ങളും ഇന്ത്യയ്ക്ക് രഹസ്യമായി വിശകലനം ചെയ്യാൻ സാധിക്കും.
ഇത് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള യഥാർത്ഥ യുദ്ധസാഹചര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ദക്ഷിണേഷ്യൻ ഭൂരാഷ്ട്രതന്ത്രത്തിൽ ഇന്ത്യയുടെ വർദ്ധിക്കുന്ന സൈനികശേഷി വിളിച്ചോതുന്നതാണ് ഈ നടപടി. രാജസ്ഥാൻ അതിർത്തിയിലെ വിശാലമായ മരുഭൂമി മേഖലകളിൽ നടത്തുന്ന ഇത്തരം അഭ്യാസങ്ങൾ ശത്രുരാജ്യത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നുചെന്ന് പ്രഹരിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷിയെയാണ് പ്രദർശിപ്പിക്കുന്നത്. പാകിസ്ഥാൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും തളർന്നു നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കം പാകിസ്ഥാന് നൽകുന്നത് തങ്ങൾ ഒന്നിലും സജ്ജമല്ലെന്ന തിരിച്ചറിവാണ്. ഈ മേഖലയിലെ ആകാശസീമ നിയന്ത്രിക്കുന്നതിലൂടെ ഇന്ത്യയുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ശത്രുപാളയത്തിലെ ചലനങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ അവസരമൊരുക്കുന്നു. പാകിസ്ഥാൻ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ സിഗ്നലുകളും പ്രതിരോധ തന്ത്രങ്ങളും ഇന്ത്യയ്ക്ക് രഹസ്യമായി വിശകലനം ചെയ്യാൻ സാധിക്കും. ഇത് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള യഥാർത്ഥ യുദ്ധസാഹചര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. ദക്ഷിണേഷ്യൻ ഭൂരാഷ്ട്രതന്ത്രത്തിൽ ഇന്ത്യയുടെ വർദ്ധിക്കുന്ന സൈനികശേഷി വിളിച്ചോതുന്നതാണ് ഈ നടപടി. രാജസ്ഥാൻ അതിർത്തിയിലെ വിശാലമായ മരുഭൂമി മേഖലകളിൽ നടത്തുന്ന ഇത്തരം അഭ്യാസങ്ങൾ